ഹലോ രവി. അല്ല, ആരാ വിളിക്കുന്നത്? എന്റെ പേര് വിനയ്. രവിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് രവി എന്ന് പറയുന്ന ആരെ അറിയില്ല. നിങ്ങൾ തെറ്റായിട്ടുള്ള നമ്പറിലാണ് വിളിച്ചെന്ന് ഓ തോന്നുന്നു. സോറി. പക്ഷേ ഡയറിയിൽ ഈ നമ്പറാണ് എഴുതിയിരുന്നത്. സാരമില്ല. ബൈ ദി വേ, നിങ്ങളുടെ വോയിസ് വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളോട് സംസാരിച്ചതുകൊണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മറന്നു. താങ്ക് യു. ശരി, ഓക്കെ. നിങ്ങളുടെ പേരെന്താണ്? റോങ് നമ്പർ. ഇന്ന് എനിക്ക് ലക്കി ഡേ ആണെന്ന് തോന്നുന്നു. ഒരു റോങ് നമ്പർ കാരണം കറക്റ്റ് പേഴ്സണെയാണ് മീറ്റ് ചെയ്തത്. നിങ്ങളുടെ ഒലിപ്പേര് കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ ഫോണൊന്ന് വെച്ചോട്ടെ. ഓക്കെ, ബൈ. ബൈ. ലളിത്, ലളിത്, ഇതാ നിങ്ങളുടെ ഡ്രിങ്ക്. താങ്ക് യു. ഇതെല്ലാം എന്തിനാണെന്ന് അറിയേയില്ലല്ലോ. ആ, നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും കാശിനോട് മാത്രമേ ചിന്തയുള്ളെന്നാ. കുറച്ചു സമയം എനിക്കും കൂടി വേണ്ടി ചെലവാക്കരുതോ? സമയത്തിന് ഒരു വിലയുമില്ല. പണം എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷെ സമയം സമ്പാദിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ബോറാകുന്നു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലപോലെ ബിസിയാകൂ. പുതിയൊരു സ്കില്ല് വളർത്തൂ. ഏതിലെങ്കിലും ബിസിയാക്കൂ. പുറത്തു പോയി പുതിയ ആൾക്കാരെ കണ്ടെത്തൂ. ദേ നോക്കിയേ, നീ നല്ലപോലെ ബിസി ആയി കഴിഞ്ഞാ പിന്നെ നിനക്ക് ബോറേ ഉണ്ടാകില്ല. മനസ്സിലായോ? ഹലോ. ഹലോ. റോങ് നമ്പർ. ഇന്നെന്താ നിങ്ങളുടെ പ്രോബ്ലം? എന്റെ വോയിസ് കേൾക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളുടെ വോയിസ് കേട്ടതിന് ശേഷമാണ് എന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആയത്. നിങ്ങൾ ഇങ്ങനെ ദിവസം എനിക്ക് കോൾ ചെയ്തോണ്ടിരുന്ന ചുറ്റിനുള്ളവർക്ക് എന്തോ പറയും? കൂടുതൽ എന്ത് പറയാനാണ്? രണ്ട് ലവേഴ്സ് സംസാരിക്കുന്നെന്ന് പറയും. അവരെന്തു പറയും? എനിക്കറിയില്ല. നിങ്ങളെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നിങ്ങളോടൊന്ന് സംസാരിക്കണം, സമയം ചെലവഴിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ എന്റെ തോളിൽ ചായച്ചിട്ട് അങ്ങനെ ഫീൽ ചെയ്യണം. ഒരു കാര്യം പറയുന്നതിലും ചെയ്യുന്നതിലും കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്താ മാഡം, ഒന്ന് മീറ്റ് ചെയ്താലോ? ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യില്ല. താൻ മീറ്റ് ചെയ്യും. താൻ തീർച്ചയായിട്ടും വരും. പിന്നെ ഞാൻ തനിക്ക് വേണ്ടി തീർച്ചയായിട്ടും കാത്തിരിക്കും. See you. ദേ ഇപ്പൊ വരെ. ഹലോ. ആ, എന്താ? ഇതുപോലൊരു കുറ്റം എങ്ങനെയാണ് നടന്നത്? നിങ്ങൾക്കൊന്നും ഒരു കെയറുമില്ല. ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാറിയില്ലേ? ഒരു മണിക്കൂർ പോലും ആയില്ല ഞാൻ അവിടെ നിന്നിട്ട്. അതിനു മുമ്പേ ശരി പറയൂ, അവിടെ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ? അവനെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിക്കോ. അവനവിടെ പിടിച്ചു നിർത്തൂ. അതിനു മുമ്പ് ഞാൻ എത്താം. എന്താ? ഓക്കെ. എന്തു പറ്റി? എല്ലാം ഓക്കെ അല്ലേ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ദൈവമേ, ഞാൻ എന്താ പറയണ്ടേ? ഫാക്ടറിയിൽ റെയ്ഡ് വന്നു. ഈ സമയത്തോ? ഇതിന് ഞാൻ എന്താ പറയണ്ടേ? ആ, അതൊക്കെ പോട്ടെ. എനിക്കിപ്പോൾ ഫാക്ടറിയിൽ എത്തിയേ പറ്റൂ. ഐ എം വെരി സോറി. ഞാൻ പോയിട്ട് നാളെ കാലത്തെത്താം. ഓക്കെ? നീ വളരെ സൂക്ഷിച്ചിരിക്കണം. ഓക്കെയാ? അയ്യോ നിക്കേ, നിങ്ങൾ ഡ്രസ്സെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് പോ. ഫാക്ടറി റെയ്ഡാ നടക്കുന്നത്. ഇപ്പൊ ഇതൊന്നും വലിയ പ്രസക്തിയില്ല. ഞാൻ പോയിട്ട് വരാം. വിനയല്ലേ? അതെ.
നിങ്ങൾ ആരാണ്? എനിക്ക് കോൾ ചെയ്തിട്ട് എന്നെ അങ്ങ് മറന്നുപോയോ? ശരി, ഓക്കെ, എന്നാ ഞാൻ പോവാ കേട്ടോ. ഷീല, ഞാൻ കാണുന്നത് ഇതെന്താ സ്വപ്നമാണോ? തന്റെ ശബ്ദത്തെക്കാൾ തന്നെ നേരിട്ട് കാണുമ്പോ കൂടുതൽ സുന്ദരിയാണല്ലോ. എന്നെ ഇങ്ങനെ പുകഴ്ത്തിയതിന് വളരെ നന്ദി. എന്നെ അങ്ങനെ നോക്കല്ലേ. താൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നെ ഇങ്ങനെ വാതുക്കെ നിർത്തിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നേ? ഏയ് ഒന്നുമില്ല, താൻ അകത്തേക്ക് വാ. എന്താ കാര്യം? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നിന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ഇതിന്ന് നമ്മൾ തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യണം. തീർച്ചയായും. ശരി, അപ്പൊ ഞാൻ പോയി പെട്ടെന്ന് ഡ്രിങ്ക് എടുത്തു വെക്കാം. കുറച്ച് സ്നാക്സ് എടുത്തോണ്ട് വരാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്നാക്സിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എന്നെ കഴിച്ചാ പോരെ? നീ ഇപ്പൊ മദ്യത്തിനെക്കാളും ഭയങ്കര ലഹരി തന്നെയാ. അങ്ങനെയാണോ? അതിരിക്കട്ടെ, ഈ സെലിബ്രേഷൻ എന്തിനു വേണ്ടിയാ? എന്റെ ഡീല് ഫൈനൽ സ്റ്റേജിലെത്തിരിക്കുക. അത് മാത്രം ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വേറെ ലെവലിലേക്ക് എത്തും. നമ്മൾ വലിയ ഉയരങ്ങളിലെത്തും. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. ഇപ്പൊ നിങ്ങൾ ഈ ഡീല് ക്രാക്ക് ചെയ്ത് നോക്കൂ.
ഓ ഇതെന്ത് ശല്യോ. ആ ഫോണുണ്ടല്ലോ, എനിക്ക് എടുത്തേ പറ്റൂ. ഞാൻ ഇപ്പോൾ വരാം. ഹലോ, എന്തുകൊണ്ടാ ഫോൺ എടുക്കാത്തത്? ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. അല്ല, നീ ഫോൺ എടുക്കാതെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഷീല, ഇപ്പൊ സംസാരിക്കാനൊന്നും സമയമില്ല. എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? അല്ല, എന്ത് പറ്റി? എന്താ സംസാരിക്കാത്തെന്ന് ഷീല പറ. പ്ലീസ്, എന്നെ കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കാൻ അനുവദിക്ക് പ്ലീസ്. എന്തായിരിക്കും കാരണം? അവൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? വിനയ്, വിനയ്, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് ശരിക്കും വിഷമമായി. എന്താ പറ്റിയത്? പറ, എന്താ നിനക്ക് ഇത്ര വിഷമം? ഇപ്പൊ നീ ഇവിടെ വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും. വന്നതിന് നന്ദി. വാ, അകത്തേക്ക് വാ. പറ, എന്താ കാര്യം? നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്റെ ഒരു ഇൻവെസ്റ്റർ ഇനി പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രൊഡക്ഷനും സ്റ്റോപ്പ് ആയിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു പുതിയ ഇൻവെസ്റ്ററിനെയും കോൺട്രാക്റ്റും സൈൻ ചെയ്യാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വിഷമിക്കേണ്ട കാര്യമില്ല, തീർച്ചയായും ആരെങ്കിലും കിട്ടും. ദാ നോക്ക്, ഈ പ്രശ്നത്തിന് വേണ്ടിയാണോ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തത്? നിനക്കറിയാമല്ലോ അല്ലേ, ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ അടുത്തൊരു സീക്രട്ട് ഉണ്ട്. എന്ത് സീക്രട്ട്? എനിക്ക് നന്നായിട്ട് അറിയാം നീ മിസ്സിസ് ഷീല ലളിത് കുമാർ ആണെന്ന്. എന്ത്? അത് സത്യത്തിൽ റോങ് നമ്പർ അല്ലായിരുന്നു. ഇതാണ് എന്റെ പ്ലാൻ. ലളിതിന്റെ കൂടെയാണ് എന്റെ മത്സരമെല്ലാം. ഇത് അവനോടുള്ള ഒരു റിവെഞ്ച് ആയിരുന്നു. അപ്പൊ നീ എന്നെ യൂസ് ചെയ്യായിരുന്നല്ലേ? ബിസിനസ്സിൽ ഇതുപോലെ സംഭവിക്കുന്നതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. ഓ, അങ്ങനെയാണ് നീ എന്നെ ഇത്ര നാൾ യൂസ് ചെയ്തതല്ലേ? ഇതെല്ലാം എന്റെ തെറ്റാണ്. നിന്നെ ഞാൻ നല്ലവനാണെന്ന് വിശ്വസിച്ചില്ലേ? ഈ സെക്കൻഡ് മുതൽ ഞാൻ നിന്നെ വെറുക്കുകയാണ്. Poor girl. നിനക്കിപ്പോ എന്താ വേണ്ടത്? സിമ്പിൾ. ലളിതിന്റെ ഇന്റർനാഷണൽ ഡീലെല്ലാം നീ വിഡ്രോ ചെയ്യണം. അദ്ദേഹത്തിന്റെ ബിസിനസ് കൺട്രോൾ ഒന്നും എന്റെ കയ്യിലല്ല. നോക്ക്, നിന്റെ ഫ്യൂച്ചർ, മാനം, ഇതെല്ലാം എന്റെ കയ്യിലാണ് ഉള്ളത്. ഞാനൊരു കോൾ ചെയ്താൽ മതി. എല്ലാ സത്യവും നിന്റെ ഭർത്താവ് മനസ്സിലാക്കും. പിന്നെ ഇവിടെയുള്ള മീഡിയ എല്ലാം നിന്റെ വീടിന്റെ വാതിക്കലായിരിക്കും. പ്ലീസ്,
പ്ലീസ് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു, പക്ഷെ നീ എന്റെ വിശ്വാസം തകർത്തില്ലേ. പ്ലീസ്. എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം. നാളെ ഈവനിങ് 4 മണിക്ക് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, മറക്കരുത്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? എന്റെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നില്ലേ? വീട്, സ്വത്ത്, നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നിട്ടും ഞാൻ എന്തിനാ നിന്റെ പുറകെ വന്നത്? ഒരു ഫോൺ, അതിലാ ഞാൻ വീണു പോയത്. ഈ കാര്യങ്ങളൊക്കെ ലളിത അറിയുകയാണെങ്കിൽ അവൻ ശരിക്കും തകർന്നു പോകും. അവൻ എന്നെ വഞ്ചിച്ചല്ലേ എന്നെ യൂസ് ചെയ്തത്. ഇതിലിനി എന്റെ ടേണാണ്. നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഡീൽ എന്തായി? ഇല്ലെങ്കിൽ ഞാൻ ലളിതിനോട് സംസാരിച്ചോളാം. നോക്കൂ പ്ലീസ്, എനിക്ക് കുറച്ച് സമയം വേണം. ഏയ്, നിനക്ക് അത്രയും സമയമൊന്നുമില്ല. ഉള്ളത് ചോയ്സ് മാത്രമാണ്. ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിന്റെ അഭിമാനം എല്ലാം നഷ്ടപ്പെടും. ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. അതെ, എന്തു പറ്റി? എല്ലാം ഓക്കെ അല്ലേ? ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. കുറെ നാളായി ഒരുത്തനുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അവനിപ്പോ നിങ്ങളുടെ ശത്രുവാണെന്നാ പറയുന്നത്. അവൻ എന്നെ ഇപ്പൊ ട്രാപ്പ് ചെയ്തിരിക്കുക. എന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക. വിനയ് ശങ്കർ. നീ അവനോടാ സംസാരിച്ചോണ്ടിരുന്നെന്ന്. അവനെ കൊണ്ട് ബിസിനസ്സിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് നന്നായിട്ട് അവനറിയാം. പക്ഷെ ഫാമിലി മുഴുവൻ തോൽപ്പിക്കാൻ പറ്റും. അത് നടക്കില്ല. ഇനി അവന്റെ നീക്കം എന്താണെന്ന് നോക്ക്. നീ അത് കാണാൻ പോവാ. കാത്തിരുന്ന് കണ്ടോ. കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കാം. ഞാൻ ശരിയാക്കാന്നേ. ഇതിനപ്പുറം നീ അവനോട് സംസാരിക്കാനേ പാടില്ല. അവൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്നോട് പറയണം. മനസ്സിലായോ? ഇപ്പോൾ ഇനി റെസ്റ്റ് എടുക്ക്. പൊയ്ക്കോ. ഒരു പെണ്ണിനെ തന്റെ നിയന്ത്രണത്തിൽ വെക്കുന്നത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ അവള് ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോകും. ഞാൻ ലളിതിനോട് ഡീല് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നീ നമുക്കുള്ളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെന്നോ? നിനക്കെന്താ ഭ്രാന്താണോ? അതിനിത് സാധാരണ MMS വീഡിയോ ഒന്നുമല്ല. ഇതാണ് എന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട താക്കോൽ. ഈസിയായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? സോറി, അതിനൊരു ചാൻസും ഇല്ല. പക്ഷേ ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ ചെയ്യാം. നീ ഇപ്പോൾ ലളിതിന്റെ ഭാര്യയല്ലേ? പക്ഷേ ഇപ്പൊ നീ ഈ ബെഡ് എനിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം. ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ആരോടും പറയത്തില്ല. ഇതുകൊണ്ട് നിനക്ക് സാറ്റിസ്ഫൈഡും ആകും, എനിക്കും ഒരു നേരം പോക്കാവും. എന്തു പറയുന്നു? ഗെയിം കളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഗെയിം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ തീർക്കും. നല്ല കളികൾ കളിക്കുമ്പോൾ ആളറിഞ്ഞ് കളിക്കണം. മിസ്റ്റർ വിനയൻ, ഞാൻ ഈ ബോട്ടിൽ വിഷം കലർത്തിയിരിക്കുക. അതുകൊണ്ട് നീ തീരാൻ പോവുക. നിന്റെ ഗെയിം ഉണ്ടല്ലോ, ഓവർ. വൺ മോർ. ഒരേ ഒരു റോങ് നമ്പർ. നിന്നെ ആ ഫോണിലുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യും. അവൻ തീർന്നു. ഫോൺ കിട്ടിയോ? എവിടെ?
ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യ്. ഇങ്ങോട്ട് വന്നേ. ഇന്നലെ രാത്രി ബിസിനസ്മാനായ വിനയ് ശങ്കറിന്റെ ഡെഡ് ബോഡി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചെന്നാണ് നിഗമനം. പുതിയ പുതിയ വാർത്തകൾക്കായി ഈ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു ലളിത്. പക്ഷെ ഞാൻ ക്ഷമിച്ചിട്ടില്ല.